നിർത്ത്. ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണോ? അതെ സാർ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ പള്ളി പോയതാ. ഭർത്താവിനോട് പറയാതെയോ? സാറേ, ചേട്ടനോട് പറയേണ്ട കാര്യമില്ല. കുറച്ച് നാളായിട്ട് ഞാൻ എവിടെ പോയാലും സംശയത്തിന്റെ കണ്ണുമായിട്ട് എന്റെ പിന്നാലെ ഉണ്ടാവും. നീ അത്ര വലിയ പതിവ്രതയൊന്നും ആകണ്ട. ഇവരെ അറിയില്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? എന്റെ സാറേ, എനിക്ക് ഇവരെ അറിയാം. പക്ഷെ എന്റെ ചേട്ടൻ പറയുന്ന തരത്തിലുള്ള യാതൊരു ബന്ധവും ഇവരുമായിട്ട് എനിക്കില്ല. സാറേ, സാറ് കേട്ടില്ലേ? ഇതൊക്കെ ഇയാളുടെ സംശയരോഗമാണ്. അതെ അതെ, സംശയരോഗം നിന്റെ. പോലീസ് സ്റ്റേഷനാ. മുതലാളിയുടെ ഭാര്യ പാവമാണ്. മുതലാളി വെറുതെ സംശയിക്കുക. താനാരാണോ? ഞാൻ മുതലാളിയുടെ കടയിൽ പണിക്കുന്ന ആളാ. മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാനാ കൊച്ചമ്മോട് പറഞ്ഞേ. ഇയാൾക്ക് ഒരു സംശയരോഗമാണ് സാറേ. സാറേ, ഇവനെ വിശ്വസിക്കരുത്. ഇവൻ നിക്കണ നിപ്പിന് മറികടം ചാടും. പെങ്ങള് വീട്ടിലേക്ക് ചെല്ല്, ചേട്ടൻ പുറകെ വരും. അപ്പൊ സാർ ഞങ്ങള് നിനക്കൊക്കെ അകത്ത് കിടക്കണോ? പോയിക്കോളാം. എന്നാ ഞാനും അങ്ങോട്ട്. സാറ് പോവാൻ വരട്ടെ, ഞാനൊരു ചെറിയ മരുന്ന് തരാം. നമുക്ക് ഈ രോഗം മാറ്റണ്ടേ? നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ആ ബാഗ് എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചെന്ന്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? എടാ, നമുക്ക് ആ ബാഗ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുള്ള കാര്യം മുഴുവൻ തുറന്നു പറഞ്ഞാലോ? നിനക്കെന്താ തലയ്ക്ക് വട്ടുണ്ടാ? ആ ബാഗുമായിട്ട് സ്റ്റേഷനിൽ പോയാലേ കിഷോർ മാത്രമല്ല നമ്മളിവിടെ എത്തുപോകും. ഇനിയിപ്പോ നമ്മൾ എന്താടാ ചെയ്യാ? നമുക്കത് എവിടെയെങ്കിലും കൊണ്ട് കളയാം. കളയാനാ? ഇത്രയും സ്വർണ്ണോ ക്യാഷ് എല്ലാം കൂടി? പിന്നല്ലാതെ നമുക്ക് എടുക്കാനാ. പിന്നെ എന്താടാ ചെയ്യാ? ഈ ക്യാഷ് നമുക്കെടുത്താലോ? നിരപരാധിത്വം തെളിയിക്കാൻ നോക്കിയാല് ചിലപ്പോ നമ്മൾ കുടുങ്ങും. ഇതെന്തായാലും നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കണ്ടാ മതിയടാ. എന്നാ പിന്നെ നമുക്കെടുക്കാലടാ അത്. എന്നോ വേണം. ഇതിലൊന്നും ഇല്ലല്ലോ. പറയടാ. കിഷോറെ, ഇവിടെ ബാഗ് മാത്രമേ ഉള്ളൂ. അതിൽ നീ പറഞ്ഞ സ്വർണ്ണ പണം ഒന്നുമില്ല. എടാ, അതല്ലേ ഞാൻ പറയാൻ വന്നത്. അതിനകത്തിരുന്ന സ്വർണവും ക്യാഷും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാഗ് ഞാൻ എടുത്തിട്ടില്ല. പോലീസ് നായ്ക്ക് മണം പിടിച്ചെത്താൻ അതൊരു നല്ല തുണ്ടി മുതലാ. അതെവിടെയെങ്കിലും കൊണ്ട് കളയുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ കുറച്ച് ബിസിയിലാണ്, പിന്നെ വിളിക്കാട്ടോ. ഇവന്മാരുടെ ഒരു കാര്യം. ഇനി ഈ ബാഗ് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നല്ലത്. വളഞ്ഞ വടിയിലൂടെ ആരുടെ ക്യാഷ് നമുക്ക് കിട്ടിയാലും അത് മനസമാധാനക്കേടില്ല. ഒരു തരത്തില് ഈ ക്യാഷ് കിട്ടാത്തത് നന്നായി. അല്ലെങ്കിൽ നമുക്കെന്തിനാണ് മറ്റുള്ളവരുടെ ക്യാഷ്? നിനക്ക് വേണം, എനിക്ക് വേണ്ട. അതെ, ആരെയും കാണാനില്ല. നീ വേഗം ബാഗ് അങ്ങോട്ട് കളഞ്ഞു. എടാ, നമ്മളാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ലടാ, നീ ധൈര്യമായിട്ടാണ് കളയും. അയ്യോടാ, ബാഗ്! നിക്ക്, നിനക്കെന്താ ഭ്രാന്തുണ്ടാ? അതാരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. ആ ഭാരം തലേന്ന് ഒഴിഞ്ഞല്ലോ. എടാ, അത് പോട്ടെ. നമ്മൾ രക്ഷപ്പെട്ടടാ.
എന്താടാ നായിന്റെ മോനെ, നിന്റെ കൈ പൊങ്ങത്തില്ലേ? അതോ നീ നക്സലാണോ? എന്നാ പിന്നെ നീ തന്നെ കൊന്നാ മതി. വെക്കടാ വെടി അവനെ നെഞ്ചും കൂടി നോക്കി. വെടി വേണ്ട സാർ, ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ കൊന്നില്ലെങ്കിലുണ്ടല്ലോ ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൂടി മരിച്ചു. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്ത് കളയും. Oh